പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വരണം. വലിയൊരു ആഹ്വാനമാണ് പൗലോസ്ലീഹ നൽകുക. എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ചേർന്ന ഒരു വാക്യമാണ്. ഇന്ന് പല കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ ഭിന്നിപ്പിൻ്റെ അരൂപി പല രീതിയിലാണ് വ്യാപിക്കുന്നത്. ഇന്ന് അച്ഛൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഭിന്നിപ്പിൻ്റെ അരൂപികളുണ്ടെങ്കിൽ, വകവയ്ക്കാത്ത അരൂപികളുണ്ടെങ്കിൽ, കോപിച്ച് കലഹിച്ച് കഴിയുന്ന പ്രത്യേകത നേച്ചറുകൾ ഉണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ അവയൊക്കെ പ്രത്യേകമായിട്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ പ്രകൃതങ്ങളുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരാരെയും വിധിക്കണ്ട, അവരെ നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് സമർപ്പിക്കുക. നല്ലവനായ കർത്താവേ, ഈ കുടുംബത്തെ ഏറെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. പരസ്പര സ്നേഹത്തിൻ്റെ അരൂപി ഈ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഈശോയെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം ഭിന്നിച്ച് കഴിയുന്ന പ്രകൃതങ്ങളുണ്ടെങ്കിൽ, എപ്പോഴും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന പ്രകൃതങ്ങളുണ്ടെങ്കിൽ, വകവയ്ക്കാത്ത തരത്തിലുള്ള പ്രകൃതങ്ങളുണ്ടെങ്കിൽ, കോപത്തോടെ കഴിയുന്ന പ്രകൃതങ്ങളുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്ന പ്രകൃതങ്ങളുണ്ടെങ്കിൽ, ഈശോയെ നിന്റെ ധന്യനാമത്തിൽ ആ മേഖലകളിൽ വിടുതൽ ഈ ഭവനത്തിലും ഭവനാംഗങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈശോയെ പരസ്പരം നന്മ കണ്ടെത്തുവാനായിട്ട്, നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഈ കുടുംബാംഗങ്ങളിലേക്ക് ഒരു അഭിഷേകം ഒഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ രാത്രിയിൽ ഈ ഭവനത്തെ പ്രത്യേകമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഇവരുടെ ഭവനം, ഇവരുടെ സ്ഥലം, ഇവരുടെ വസ്തുവകകൾ നിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടാരൂപികളോ തിന്മയുടെ സാന്നിധ്യങ്ങളോ ഏതെങ്കിലും മേഖലയിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്തിലെല്ലാം നിർവീര്യമായിട്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ രാത്രി ഉറങ്ങുവാനായിട്ട് ഇവർക്ക് ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നാളെ പ്രഭാതത്തിൽ പുതിയ ചൈതന്യത്തോടുകൂടി നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രഭാതത്തിലേക്ക് കടന്നു വരാൻ, ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇവർക്കിടയാകട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.